ഹായ് ഫ്രണ്ട്സ്, റീൽസ് ഓൺ വീൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മലമ്പുഴ, പാലക്കാട് എന്നീ ഭാഗങ്ങളിലാണ് പോകുന്നത്. കൂടാതെ ഇത് ഞങ്ങളുടെ ഫാമിലി ട്രിപ്പായിരുന്നു. അതായത് ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള 50 കുടുംബങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഹാപ്പി നഗർ റെസിഡൻസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 100 പേരാണ് ഈ ട്രിപ്പിൽ പോയത്. 50 സീറ്റിൻ്റെ വലിയ 2 ബസ്സിലാണ് ഞങ്ങളുടെ യാത്ര. വീഡിയോ എല്ലാവരും ഫുൾ കാണുവാനായി ശ്രമിക്കുക. ആദ്യമായി ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ രാവിലെ 7 മണിക്ക് പുറപ്പെട്ടു. ഡാൻസും പാട്ടുമായി കുട്ടികളും മുതിർന്നവരും വലിയ ആഘോഷമായിരുന്നു. सारे मुंड बना के सोचो तो थोड़ा राउंड घुमा के अन्ना के जैसा चश्मा लगा के कोकोनट में लस्सी मिला के बजाओ सारे मुंड बना के और रजनी सारा 9 മണിയോടെ ഞങ്ങൾ ചാലക്കുടി അടുത്തുള്ള പൊങ്ങം എന്ന സ്ഥലത്തുള്ള ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിലെത്തി. ടൂറിസ്റ്റുകൾക്ക് ഭക്ഷണം കഴിക്കുന്നതിനും ഫ്രഷപ്പിനും വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ സ്ഥലത്ത് നിരവധി ടൂറിസ്റ്റ് ബസ്സുകൾ പാർക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന് ഞങ്ങൾ കരുതിയ പ്രഭാത ഭക്ഷണം കഴിച്ചു. തുടർന്നു വീണ്ടും യാത്ര. ഈ കാണുന്നതാണ് കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാത. തൃശൂർ പാലക്കാട് ജില്ലാ അതിർത്തിയായ കുതിരാനിൽ പാറ തുരന്ന് നിർമ്മിച്ചതാണ് ഈ തുരങ്കപാത. ഏകദേശം 1 കിലോമീറ്റർ ആണ് ഈ തുരങ്കത്തിൻ്റെ ദൈർഘ്യം. 2021 ജൂലൈ 31 ഈ തുരങ്കപാത പൊതുജനങ്ങൾക്കായി തുറന്നത്.
ഉച്ചയ്ക്ക് 12 മണിയോടെ ഞങ്ങൾ പാലക്കാട് കോട്ടയിൽ എത്തി. ആയിരത്തി 1766 മൈസൂർ സുൽത്താനായിരുന്ന ഹൈദർ അലി നിർമ്മിച്ചതാണ് ഈ കോട്ട. ഈ കോട്ട ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് ഇപ്പോൾ ഉള്ളത്. മൈസൂർ സുൽത്താനേറ്റിന്റെ ചരിത്രം പറയുന്ന ഈ കോട്ട കാണുവാൻ നിരവധി ആളുകൾ വരുന്നുണ്ട്. രണ്ട് മണിയോടെ ഞങ്ങൾ കോട്ട കണ്ടു പുറത്തിറങ്ങി. ഉച്ചഭക്ഷണം കൊണ്ടുപോയിരുന്നു. പാലക്കാട് കോട്ടയുടെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ ഇരുന്ന് ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിച്ചു. മൂന്ന് മണിയോടെ ഞങ്ങൾ മലമ്പുഴ ഡാമിൽ എത്തി. മലമ്പുഴയിലെ ഏറ്റവും വലിയ ആകർഷകമായ റോപ്പ് വേ ആയിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അവധി ദിവസമായിരുന്നതിനാൽ റോപ്പ് വേയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. 71 രൂപയാണ് റോപ്പ് വേയിലെ ടിക്കറ്റ് നിരക്ക്. മലമ്പുഴയിലെ ഉദ്യാനത്തിൻ്റെ മുകളിലൂടെയുള്ള ആകാശയാത്ര ഒരു പുതിയ അനുഭവം തന്നെ. റോപ്പ് വേയിൽ സഞ്ചരിക്കുമ്പോൾ ഡാമും ഉദ്യാനവും മനോഹരമായി തന്നെ കാണാം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയായ ഭാരതപ്പുഴയ്ക്ക് കുറുകെയാണ് ഡാം നിർമ്മിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യത്തിനു ശേഷം 1949 ആണ് ഈ ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചത്. നിർമ്മാണം പൂർത്തീകരിച്ച് 1955 ഒക്ടോബർ 9 ഡാം ഉദ്ഘാടനം ചെയ്തു. ഡാമിന് 115 മീറ്റർ ഉയരവും 2069 മീറ്റർ നീളവുമാണുള്ളത്. 147 സ്ക്വയർ കിലോമീറ്റർ ആണ് ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ഡാം ആണ് മലമ്പുഴ ഡാം.
റോപ്പ് വേയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഞങ്ങൾ മലമ്പുഴ ഉദ്യാനത്തിൽ കയറി. ഉദ്യാനത്തിൽ വലിയ ഏരിയ ഉള്ളതിനാൽ തിരക്ക് പ്രശ്നമില്ലായിരുന്നു. ഗാർഡൻ മുഴുവൻ ചുറ്റിക്കണ്ട് ഞങ്ങൾ ഡാമിന് മുകളിൽ കയറി. ക്യാച്ച്മെന്റ് ഏരിയയും കണ്ട് സന്ധ്യയോടെ മടങ്ങി. വിനോദയാത്രകൾ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. ഓരോരുത്തർക്കും അവരവരുടേതായ തിരക്കുകൾ കാരണം യാത്രകൾ നടത്തുവാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെ ഈ യാത്ര എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. ഇതൊക്കെയാണ് മലമ്പുഴ ട്രിപ്പിൻ്റെ വിശേഷങ്ങൾ. ആദ്യമായി ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.